ഹലോ ഗായ്സ്, അപ്പോൾ അമ്മൂസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ അമ്മൂസ് ഹെയർ എങ്ങനെയാണ് കെയർ ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അമ്മൂസിൻ്റെ മുടി നല്ല കട്ടിയുള്ള മുടിയാണ് കേട്ടോ ഗൈസ്. നല്ല എണ്ണയൊക്കെ തേച്ച് നല്ല കട്ടിയുള്ള മുടിയാണ് അമ്മൂസ്. അപ്പോൾ എങ്ങനെയാണ് അമ്മൂസ് ഹെയർ കെയർ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അമ്മൂസ് വീക്ക്ലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ ചെമ്പരത്തീൻ്റെ താളി, ചെമ്പരത്തി ഇല ഉപയോഗിച്ച് ഇങ്ങനെ നമ്മൾ ഹോം മെയ്ഡായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ചെമ്പരത്തി ഇല ഉപയോഗിച്ച് ഇതാ ഒന്ന് കാണിച്ചു കൊടുക്കാം അമ്മൂസേ. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ഹോം മെയ്ഡ് താളി നിർമ്മിച്ച് അത് ഷാമ്പു ആക്കി ദാ ഈ പരുവത്തിൽ എടുക്കും നമ്മൾ. ദാ ഇത് കണ്ടോ ഗൈസ്, നല്ല ഷാമ്പു പരുവത്തിൽ ആക്കി എടുക്കും. കണ്ടോ, ഇതാണ് അമ്മൂസ് തലയിൽ വീക്കിലി ഒരു വീക്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തേക്കുന്നത് നല്ലതാണ്. നല്ല തണുപ്പും നല്ല മുടി കൊഴിച്ചിലൊക്കെ നല്ലതാണ്. നല്ല താരം പോകാനും എല്ലാത്തിനും നല്ലതാണ് ഈ ചെമ്പരത്തി താളി. അപ്പോൾ അമ്മൂസിൻ്റെ മുടി നല്ല നീണ്ട മുടിയാണ്, നല്ല സോഫ്റ്റ് മുടിയാണ്. പക്ഷേ പിന്നെ നല്ലോണം സൂക്ഷിക്കണം. ഇനിയും സ്കൂളിൽ പോകുന്നതുകൊണ്ട് സൂക്ഷിക്കാനൊന്നും അങ്ങനെ കഴിയുന്നില്ല. പക്ഷേ അമ്മൂസ് പിന്നെ ഇവിടെ എൻ്റെ അനിയത്തിക്കുട്ടീൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഇവിടെയൊക്കെ നിറച്ചും ചെമ്പരത്തീൻ്റെ താളിയുണ്ട് കേട്ടോ. ചെമ്പരത്തീൻ്റെ ഇലയുണ്ട് ഗൈസ്, ഇത് കണ്ടോ. അപ്പോൾ അപ്പോൾ ഇവിടെ നിറച്ചും ചെമ്പരത്തീൻ്റെയാണ്. അപ്പോൾ നമുക്ക് അമ്മൂസിനെ ഞാനിത് പഠിപ്പിച്ചു കൊടുത്തത് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. സാധാരണ ഞാനാണ് ചെയ്തു കൊടുക്കൽ. ഇന്നിപ്പോൾ അമ്മൂസിനെ കൊണ്ട് ചെയ്യിപ്പിക്കലായി. പണ്ട് പപ്പയുടെ വീട്ടിൽ പോകുമ്പോൾ ഇത് സ്ഥിരം ഞാൻ ചെയ്യൽ പരിപാടിയായിരുന്നു. നല്ല സോഫ്റ്റ് സിൽക്കി ഷൈനി ഹെയർ കിട്ടും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പം അമ്മൂസ് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം കേട്ടോ. ഇല പറിക്കണം. ഈ അലക്കല്ലൊക്കെ ഉണ്ടാവില്ലേ ഗൈസ് നമ്മുടെ വീട്ടിലൊക്കെ. അപ്പോൾ അലക്കല്ലിൽ പോയിട്ട് ദാ ഇങ്ങനെ ഉരച്ച് നമുക്ക് എങ്ങനെ കിട്ടും, ദാ ഇങ്ങനെ കണ്ടോ ചെമ്പരത്തീൻ്റെ താളിയായിട്ട് കിട്ടും. അതിങ്ങനെ എടുത്തിട്ട് ദാ നമുക്ക് അതിൻ്റെ ഒരു പാത്രത്തിൽ അത് നമുക്ക് അതിൻ്റെ നല്ലോണം പിഴിയുമ്പോൾ അതിൻ്റെ ഒരു ചാറ് കിട്ടും. അതാണ് ഒറിജിനൽ ചെമ്പരത്തി താളി. മനസ്സിലായോ? ഇതാണ് നിൻ്റെ തലയിൽ ഞാൻ തേക്കുന്ന ഒറിജിനൽ ചെമ്പരത്തി താളി. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മൂസ് തേക്കുന്ന ഒറിജിനൽ ചെമ്പരത്തി താളിയാണേ. അമ്മൂസ് ചോറ് കഴിച്ചതേ ഉള്ളൂ. ചോറ് കഴിച്ചിട്ടുള്ള ഈ പരിപാടിയാണ് അമ്മൂസിന്. കുറേശ്ശെ വെള്ളം എടുക്കുക, എന്നിട്ട് നല്ലോണം ഉരയ്ക്കുക. നല്ലോണം ഉരയ്ക്കുമ്പോൾ എന്താവും, അതാണ് അതിൻ്റെ താളി അതിൻ്റെ കളറാണത്, പച്ച കളറ്. ഇതാണ് മുടിയിൽ നമ്മൾ തേക്കുമ്പോൾ നല്ല സോഫ്റ്റ് സിൽക്കി ഷൈനി ഹെയർ ആവും. മനസ്സിലായോ? പിഴിഞ്ഞേ നോക്കട്ടെ. അതന്നെ, യെസ്. അത് കുഴപ്പമില്ല, നമുക്ക് അരിച്ചെടുക്കാം, കുഴപ്പമൊന്നുമില്ല. അത് എല്ലാ തലയിൽ കിടന്നു വെച്ചാൽ നമുക്ക് വാഷ് ചെയ്യുമ്പോൾ എന്തായാലും പോവും കേട്ടോ. കുളിക്കുമ്പോൾ എന്തായാലും പോവും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ ഗൈസ്, അമ്മൂസ് എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നിങ്ങളും ഇതേ സ്റ്റെപ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുടി നല്ലോണം തഴച്ച് വളരും. അപ്പോൾ അമ്മൂസിൻ്റെ മുടി കണ്ടോ, ഒന്നും കൊഴിയൽ പോലുമില്ല, നല്ല കട്ടിയുള്ള ഹെയറാണ്. ഇതിപ്പോൾ എണ്ണ അയച്ചിട്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ നല്ല കട്ടിയുള്ള ഹെയറാണ് അമ്മൂസിന്. ഏറ്റവും കൂടുതൽ നിനക്കല്ല ഏറ്റവും കൂടുതൽ മുടിയുള്ളത്, അതാണ് അമ്മൂസിൻ്റെ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മുടിയുള്ള അമ്മൂസിനാണ്. അത് കഴിഞ്ഞിട്ട് വേറെ ആർക്കാ? വേദികയ്ക്കാണ് പിന്നെ ഹെയർ ഉള്ളത്. അപ്പം ആണല്ലേ, അമ്മൂസിനാണ് നല്ല കട്ടിയുള്ള ഹെയർ ഉള്ളത്. അപ്പോൾ ഡാൻസിന് വിളിച്ചാൽ അമ്മൂസിന് ഹെയർ വെപ്പുമുടി വെക്കേണ്ട ആവശ്യമില്ല. അമ്മൂസിന് വെച്ചില്ല അല്ലേ? ബാക്കി എല്ലാവർക്കും വെപ്പൂടി വെച്ചിട്ടുണ്ടായിരുന്നല്ലേ അമ്മൂൻ്റെ ഗ്രൂപ്പിൽ? അവർക്ക് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, സിസ്റ്റർ പറഞ്ഞായിരുന്നു എന്നോട്. വെപ്പൂടി വെച്ചായിരുന്നു എന്ന് ഉണ്ടായിരുന്നടി, നീ കാണാട്ടാ. വെപ്പൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിത് തലയിൽ തേച്ച് പിടിപ്പിക്കാം. ഓക്കെ ഗൈസ്,
ഇപ്പം അമ്മൂസിൻ്റെ തലമുടി നല്ലോണം പിന്നെ എണ്ണയുണ്ട് ഗൈസ്. അപ്പോൾ എണ്ണ തേച്ച് വെച്ചേക്കുന്ന ഒരു തലമുടിയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് നനയ്ക്കേണ്ടി വരും. നനച്ചിട്ട് താളി ഇടുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഗൈസ് അമ്മൂസിൻ്റെ തലമുടി ചെറുതായിട്ട് ഇതാ ഇങ്ങനെ നനച്ച് കൊടുക്കുകയാണ്. ഭയങ്കര ഡ്രൈ ആണ്. അമ്മൂസ് കുളിച്ചിട്ടില്ല, കുളിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് ഗൈസ്. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ നനച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ചെറുതായിട്ട് നനച്ച് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നിന്നു അമ്മ, അങ്ങനെ നിൽക്കണേ, ജസ്റ്റ് അങ്ങനെ നിൽക്കണേ. ഇനി അമ്മൂസിന് ഇതാ ഈ താളി ഞാൻ തേച്ച് കൊടുക്കാൻ പോവാണ്. നല്ല ചെമ്പരത്തി താളി അമ്മൂസിൻ്റെ തലയിൽ പിടിപ്പിക്കുന്നുണ്ട്. ഇലയോട് കൂടിയാണ്. ഇല നമുക്ക് വാഷ് ചെയ്യുമ്പോൾ പോവും. നമുക്ക് സോഫ്റ്റ് സിൽക്കി ഷൈനി ഹെയർ ആണ് കിട്ടുക. വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കതൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇന്നാണ് അമ്മൂസിന് അതിനുള്ളൊരു സാഹചര്യം ഒത്തു വന്നത്. വീഡിയോയിൽ നിങ്ങളെല്ലാവരും കാണിക്കാൻ അമ്മൂസിൻ്റെ ഹെയർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. ചെടയൊന്നും ഉണ്ടാവില്ല. നല്ല സിൽക്കി സ്മൂത്ത് ഷൈനി ഹെയർ ആയിരിക്കും. നടുവേദന എടുക്കുന്നുണ്ടോ? കസാര വേണോ? കുറച്ചു നേരം പൊങ്ങിക്ക്, നേരക്ക്. ഇപ്പോഴോ നടുവേദന ഉണ്ടോ? എന്താണ് നടുവേദന കഴിഞ്ഞിപ്പോ ഇതായോ? കഴുത്ത് വേദനയായോ? എന്നാ നിർത്തല്ലേ. ഉടുപ്പിലാവാൻ പാടില്ലല്ലോ, അതുകൊണ്ടല്ലേ. അമ്മൂസ് അനിയത്തിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കുളിച്ചിട്ട് വരാൻ വേറെ ഡ്രസ്സ് അമ്മൂസ് ഇന്നലെ എടുത്തില്ല വീട്ടിൽ നിന്ന് വന്നപ്പോൾ. അതുകൊണ്ട് ഉടുപ്പ് നനയ്ക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഗൈസ് ഇങ്ങനെ കാണിക്കുന്നത്. അമ്മൂസ് എല്ലായിടത്തും പോകുമ്പോൾ ഉടുപ്പ് എടുക്കും. ഞാനല്ലേ ഉടുപ്പ് എടുക്കുന്നത് അമ്മൂസേ? അപ്പോൾ മുടീൻ്റെ എല്ലാ സൈഡിലും ഈ താളി തേച്ച് പിടിപ്പിക്കണം ഗൈസ്. അമ്മൂസിന് നല്ല ഉള്ളുള്ള മുടിയാണ്. അപ്പം എന്താ പറയാ, ഇരുന്നിട്ടുണ്ടെങ്കിൽ കാണൂല. അപ്പോൾ നല്ല ഉള്ളുള്ള മുടിയായിരുന്നു. എന്നാ എഴുന്നേറ്റൊക്കെ. ഉള്ളുള്ള മുടിയായ കാരണം കുറച്ച് പണിയാണ്. എല്ലാ മുടിയിലും ഇങ്ങനെ ചെയ്തെടുക്കാൻ കുറച്ച് പണിയാണ്. ഉള്ളിലേക്കൊക്കെ ഇറങ്ങണ്ടേ. നല്ല തണുപ്പാണ് കേട്ടോ ഗൈസ് ഇതോടെ ചെയ്യുമ്പോൾ അല്ലേ? നല്ല സുഖം. ഇത് പിടിക്ക്. തലയ്ക്ക് നല്ല സുഖമാണ്. വെയിറ്റ് നീ എടുക്കണ്ട, നിന്റെ കയ്യിലാക്കണ്ട അമ്മോ, നിന്റെ കയ്യിലാക്കണ്ട. അതുകൊണ്ടല്ലേ അമ്മ തേച്ച് കയ്യിലാക്കണ്ട. അപ്പം അമ്മൂസിൻ്റെ തലമുടിയിൽ നിറച്ചും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അമ്മൂസിൻ്റെ തലമുടി ഞാനിതാ ഇങ്ങനെ കെട്ടുകയാണ്. തമാശ പോലെ. ബാക്കിയുള്ള കുറച്ച് താളികളുണ്ട് ഇതിൽ, അതും കൂടി ഞാൻ ഇതിലേക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ബാക്ക് വശത്തും എല്ലായിടത്തും. സാരില്ല, തുടയ്ക്കുമ്പോൾ പോകും. ഈ സൈഡിലായിട്ടില്ല. സൈഡിൽ ഈ സൈഡിൽ
ഈ സൈഡിലായിട്ടില്ല. നല്ല കൂള്, നല്ല സുഖമായിരിക്കുന്നു കിടന്നുറങ്ങാൻ. ഞാൻ ഒരു സെക്കൻഡ് തന്നെ ഉറങ്ങും. ഇപ്പത്തെ കാര്യമല്ല, രാത്രിത്തെ കാര്യമാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഈ ഇലേന്റെ ഇതെടുത്തിട്ടില്ലേ, കൊണ്ടുപോയാലോ വീട്ടില് മുളിച്ചിട്ടാലോ? നമുക്കൊരു തണ്ട് പോകുമ്പോൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഹെയർ നമ്മൾ വാഷ് ചെയ്തിട്ട് വരാം. വാഷ് ചെയ്തിട്ട് അപ്പോൾ വാഷ് ചെയ്തിട്ട് ഡ്രൈ ചെയ്തിട്ട് നമുക്ക് വരാട്ടോ ഗൈസ്. അമ്മൂസ് ഇതാ പൈപ്പിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നുണ്ട് ഗൈസ്. നല്ല സോഫ്റ്റ് തോന്നുന്നില്ല അമ്മൂസേ? ഇല്ല, നല്ലോണം വാഷ് ചെയ്ത്. അങ്ങനെയൊക്കെ വേദനയൊക്കെ ഉണ്ടാവും. ഇനി മേലെ പറയരുത് ചെയ്തരണമെന്ന്. നല്ലോണം അത് കഴുകി ചെയ്താലേ അത് അതിൻ്റെ ഇത് പോവുള്ളൂ. അത് പോയിട്ടില്ല, നന്നായി കഴുകുക. നന്നായി കഴുകുക. ഇനി ഉണ്ട് പോവാനേ. അത് കഴുകിയിട്ടില്ല, പോയിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? ഇവിടുന്നൊക്കെ കഴുകിക്കേ അമ്മു, ഇതിൻ്റെ ഉള്ളിൽ കഴുകിക്കേ, ഫ്രണ്ട് ഭാഗമൊക്കെ. എന്നാലും അതിൻ്റെ നമ്മൾ ചേച്ചേൻ്റെ ഷാമ്പു അത് പോവുള്ളൂ. നല്ലോണം കഴുകുക, നല്ലോണം പിഴിഞ്ഞ് കഴുകുക മോളെ. നല്ലോണം മസാജ് ചെയ്യേ, ഹെഡ് മസാജ് ചെയ്യേ. ഇവിടെയൊക്കെ ഉണ്ട്. ഈ സൈഡിലൊക്കെ ഉണ്ടാവും. ഈ സൈഡിൽ ചെയ്യേ, സൈഡിലൊക്കെ തേച്ചല്ലേ. കണ്ടോ പോകുന്നു, കണ്ടോ? അങ്ങനെ മസാജ് ചെയ്ത് കഴുകുക. അങ്ങനെ എന്നാലേ അത് പോവുള്ളൂ നന്നായി. ഉടുപ്പ് നനയ്ക്കല്ലേ. കഴിഞ്ഞില്ലേ? ഇനി ഇത് പിഴി മുടി നല്ലോണം പിഴിഞ്ഞെടുക്ക. ഓക്കെ. കയ്യിലത്തെ പോയിട്ടില്ല. അപ്പം കുറച്ച് ഇങ്ങനെ ചെറിയ ചെറിയ ഇലകളൊക്കെ ഉണ്ടാവും ഗൈസ്. അപ്പം അത് നമ്മൾ ഉണങ്ങിയാൽ പോകും കേട്ടോ. ഡ്രൈ ചെയ്താൽ ഇലയൊക്കെ പോകും. ഈ ഇല തന്നെ വേണ്ടത്? എന്ത് ഈ ഇല തന്നെ വേണ്ടത് ഇങ്ങനെ ആക്കാന്, ഷാമ്പു ആക്കാൻ? വേറെ ഇല വെച്ചില്ല? ഇല്ല, വേറെ ഇല പറ്റില്ല. അമ്മൂസിൻ്റെ ഹെയർ ഇനിയിപ്പം ഡ്രൈ ചെയ്യണം. ഡ്രൈ ചെയ്യുമ്പം നമുക്ക് അമ്മൂസിൻ്റെ ഹെയർ എങ്ങനെ ഉണ്ടാവും കാണാട്ടോ ഗൈസ്. അമ്മൂസിൻ്റെ മുടി ഒക്കെ ഉണങ്ങി നല്ല ചെടയൊന്നും ഇല്ലാണ്ട്, ചീവിയപ്പം നല്ല ചെടയൊന്നും ഇല്ലാണ്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം നിങ്ങളിത് കാണുന്നുണ്ടോ? ഇതാണ് അമ്മൂസിൻ്റെ ഹെയർ. നല്ല അടിപൊളി ഹെയറാണ്. ഇത് കണ്ടോ? എല്ലാവരും ചെമ്പരത്തി താളി വെച്ചിട്ട് വീക്കിലി വൺസ് എങ്കിലും തല ഒന്ന് കഴുകാൻ നോക്കുക. അപ്പോൾ നമ്മുടെ തലയിലുള്ള അഴുക്കും എല്ലാം ഇതിലൂടെ റിമൂവ് ആയി കിട്ടും. ഇപ്പം നല്ല കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആവാണ്ട്, പക്ഷെ എന്നാലും ഡ്രൈ ആയിട്ടുണ്ട്. വെള്ളമൊക്കെ പോയി നല്ല ഡ്രൈ ആയിട്ടുണ്ട് അമ്മൂസിൻ്റെ ഹെയർ. നല്ല സിൽക്കി ഷൈനി ഹെയറാണ്. ഇത് കണ്ടോ? ഒരു എണ്ണമഴുക്ക് പോലും ഇല്ല. നല്ല സിൽക്കി ആയിട്ട് കിടക്കുന്നുണ്ട് അമ്മൂസിൻ്റെ ഹെയർ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ബൈ ബൈ. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ ബൈ.